ശാസ്ത്രലേഖകൻ രാജഗോപാൽ കമ്മത്ത് കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ കണ്ടെയ്നർ ദുരന്തം ഉണ്ടായ സമയം മുതൽ വലിയൊരു ആശങ്ക തന്നെയായിരുന്നു. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെയ്നറുകളുള്ളിൽ ഉള്ളത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും അവർക്കും വലിയ രീതിയിലുള്ളൊരു ആശങ്ക. മത്സ്യം വാങ്ങാൻ സാധിക്കുമോ അല്ലെങ്കിൽ കഴിക്കാൻ പാടുണ്ടോ ഈ സമയങ്ങളിൽ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ്. നിലവിലിപ്പോൾ ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു ജാഗ്രത ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്? ഈ പതിനായിരക്കണക്കിന് കുടുംബം, 10,000 അല്ല, ധാരാളം പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവർക്കിപ്പോൾ അതൊരു വലിയൊരു ആഘാതമായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്ന്. കുറച്ചുപേര് വന്നിരുന്നിങ്ങനെ കുറെ ഒരു നാടകീയമായ ചില ആക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. മത്സ്യം കഴിച്ചു കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മത്സ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കഴിച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആരും ഉത്തരം പറയും? കാരണം കാൽഷ്യം കാർബൈഡ്, പോളിത്തിലീൻ, പോളിപ്രൊപ്പിലിൻ, പിന്നെ ഓയില്, ഈ വസ്തുക്കൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വന്നിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം കാർസിനോജനിക്കാണ്. കാൽഷ്യം കാർബൈഡ് ഒരു കാരണവശാലും ശരീരത്തിനകത്ത് പോകാൻ പാടുള്ളതല്ല. അത് പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കാൻ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അസിറ്റിലീൻ വാതകമായിട്ട് എല്ലാ കാൽഷ്യം കാർബൈഡും മാറുന്നില്ല തൽക്കാലം. കാരണം ഇനിയും അതിനകത്തൊന്ന് പുറത്തു വരാനുണ്ട്. അസിറ്റിലീനും കാർസിനോജനിക്കാണ്. പോളിയെത്തിലീനിന്റെ ഗ്രാനുൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രാനുൾസ് ചെറുമത്സ്യങ്ങൾ ഭക്ഷിക്കും, ചെറുമത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങളെ ഭക്ഷിക്കും. അങ്ങനെ ആ ഫുഡ് ചെയിനിലൂടെ പോയി നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിന്റെ ഭാഗങ്ങളിലെത്തും. അപ്പൊ അത് കാരണം നമ്മളെ പോലെ തന്നെ മത്സ്യങ്ങൾക്കും ഇതൊന്നും ശരീരത്തിൽ നിന്നും പുറത്ത് കളയാനായിട്ടുള്ള സംവിധാനം ഇല്ല. അപ്പൊ നമ്മൾ മത്സ്യത്തിന്റെ ശരീരമാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെത്തും. തീർച്ചയായിട്ടും പോളിപ്രോപ്പിലീനിൽ ഉണ്ടാകുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ടിഷ്യൂസിലും നമ്മുടെ ഫാറ്റിലും ഒക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആ ഡെപ്പോസിറ്റ്സ് ഭാവിയിൽ അത് കാർസിനോജനിക്കാവും. ആദ്യം തന്നെ അത് ഈ പ്രത്യേകിച്ച് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ പ്രശ്നം ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള വിഷവസ്തുക്കൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കും. ഭാവിയിലുള്ള പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ക്യാൻസർ കോസിംഗ് ആണെന്നുള്ളത്. ഉടനെ ക്യാൻസർ ഉണ്ടാകത്തില്ല. ആർക്കും ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ലോങ് ടേം ഡാമേജ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ വലിയൊരു ശതമാനം ജനതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാർ ഏജൻസികളും മറ്റുമൊക്കെ വളരെ ഉദാസീനമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ആ കപ്പലിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മൾ ഏത് കാലത്താണ് ഇത് ജീവിക്കുന്നത്? ഇത് മനുഷ്യർ ദൈനംദിനമായിട്ട് കഴിക്കുന്നതല്ലേ? അതിനെക്കുറിച്ചുള്ള ഉത്തരം പറയണ്ടേ? നേരത്തെ തന്നെ പറയണ്ടേ ഇതൊക്കെ? അത് മാത്രമല്ല, ക്ലീനിങ്ങിന് വേണ്ടി ജോലി യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോ നമുക്ക് മത്സ്യത്തൊഴിലാളികളെ ഏൽപ്പിക്കാം. മത്സ്യത്തൊഴിലാളികൾ തൊഴിലില്ലാതിരിക്കുകയാണ്. അവർക്കൊരു വരുമാന മാർഗമാണ് അത് ക്ലീനിങ്. കടലും കരയും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ അവർക്കൊരു തൊഴിൽ സാധ്യത തെളിഞ്ഞു വരികയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ചു കാലം കഴിഞ്ഞെങ്കിലും നമുക്ക് മത്സ്യം കഴിക്കണ്ടേ? ഈ 640 കണ്ടെയ്നേഴ്സിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ 12 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് എത്രത്തോളം വലിയൊരു ക്വാണ്ടിറ്റിയാണ് കടലിൽ കലർന്നിട്ടുള്ളതെന്ന് ആലോചിക്കണം. അത് മാത്രമല്ല, മറ്റ് വസ്തുക്കൾ പോളിത്തീനും പോളിപ്രോപ്പിലീനും ഇതിങ്ങനെ കടലിൽ കൂടെ ഒഴുകി നടക്കുക. അതായത് ഇത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഒന്നും അല്ല, ഇത് വളരെ വലിയ ദൂരത്തേക്ക് ഇത് വ്യാപിക്കും. കാരണം ഇത് ഒഴുകി നടക്കുന്ന വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. പിന്നെ അത് മാത്രമല്ല, ഇനിയുള്ള കണ്ടെയ്നറുകൾ, ഇനി പൊട്ടാനിരിക്കുന്ന കണ്ടെയ്നറുകളുണ്ട്. പിന്നെ ഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലുണ്ട്. ഇതൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളാണത്. കാരണം ഈ ഓയില് അതിനകത്ത് പൊട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കത്തില്ല. അത് പടർന്ന് പല ഭാഗങ്ങളിലേക്കും പോകും. അത് മത്സ്യങ്ങൾ ഭക്ഷിക്കും. ഇപ്പൊ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് 25% അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാങ്ങുന്ന ഇപ്പൊ മത്തി വാങ്ങിക്കുകയാണെങ്കിൽ 4 മത്തിയിൽ ഒരെണ്ണം കണ്ടാമിനേറ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ NGTക്ക് ഒരു തെറ്റുപറ്റി. കാരണം എറണാകുളത്തൊന്നും മാത്രമല്ല, ഇതിന്റെ കറണ്ടും കാറ്റിന്റെ ഇതും അനുസരിച്ച് ഉപരിതലത്തിൽ കൂടെ പല ഭാഗങ്ങളിലും എത്തും. മറ്റു കാര്യം പറഞ്ഞു, അതായത് ലക്ഷദ്വീപുകളിലെ കോറൽസിനെ ബാധിക്കുമോ എന്നുള്ള സംശയം വരെ പറഞ്ഞു NGT പറഞ്ഞിട്ടുണ്ട്. കാരണം ലക്ഷദ്വീപിലെ ഇതെന്ന് പറയുന്നത് വളരെ ലോങ് ടേം ആയിട്ട് വളരെ കാലം എടുത്തിട്ട് മാത്രമേ ഇത് ലക്ഷദ്വീപിന്റെ അടുത്ത് എത്തത്തുള്ളൂ. ഈ രാസവസ്തുക്കളൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ കടലിൽ നിന്ന് പോകാനൊന്നും പോകുന്നില്ല. ഇത് കടലിലുണ്ടാവും, ഇത് മത്സ്യങ്ങളുടെ ശരീരത്തിലെത്തും, യാതൊരു സംശയമില്ല. കാരണം വളരെ ദൂരത്തുള്ള മത്സ്യങ്ങളിൽ വരെ ഇതെത്തും.
അല്ലാതെ ഇപ്പൊ ഒരു ക്ലീനിങ് മെക്കാനിസം ഇവിടെ നടത്തി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അതിനൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. ഇത് വളരെ വലിയ ഉദാസീനതയുടെ ഫലമാണ്. ആ പോർട്ട് അധികൃതരുടെ ഉദാസീനതയുടെ ഫലമാണ്. കപ്പൽ ജോലിക്കാരുടെ ഉദാസീനതയുടെ ഫലമാണ് ഇതുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും അടുത്ത് വെച്ചിട്ട് ഈ കപ്പൽ മറിയത്തില്ല. കാരണം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ കപ്പൽ ഇറങ്ങുന്നത്. അത് മാത്രമല്ല കപ്പലിലെ ജോലിക്കാരും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. നമുക്കിത് പുതിയതായിരിക്കാം, ഇങ്ങനൊരു സംഭവം പുതിയതായിരിക്കാം. ലോകമെമ്പാടും പല കപ്പൽ ഛേദങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനേക്കാൾ വളരെ അധികം ന്യൂക്ലിയർ സാധനങ്ങൾ പോലെ കടലിൽ പതിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഈ 3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് അതിന്റെ ഒരു സിംഹഭാഗവും മത്സ്യം കഴിക്കുന്നവരാണ്. അവരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അവരുടെ ആരോഗ്യത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. പലരും മത്സ്യം വാങ്ങിച്ച് തിന്നുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഒരു ഉറപ്പ് കിട്ടാതെ, കാരണം ഞാൻ ഓരോ മത്സ്യവും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഡെയിലി മത്സ്യം വാങ്ങിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. എന്നെ പോലെയാണ് എല്ലാവരും. കാരണം എല്ലാവർക്കും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സർക്കാർ ഓതന്റിക് ആയിട്ട് തരണം. അല്ലാതെ വെറുതെ വന്നിരുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ വന്നിരുന്ന് പറയുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ ആരെയോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറയുകയല്ല വേണ്ടത്. മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണി അകറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് അവരെ ക്ലീനിങ് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളത്. ഈ കടൽ തീരെ തടഞ്ഞിട്ടുള്ള പോളിപ്രൊപ്പലിൻ ഗ്രാനുൾസ് അതേപോലെ തന്നെ തുടരുകയാണ്. ആ കുളത്തും കോവളത്തും ഒക്കെ വന്ന് അടഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുക. എന്ത് ക്ലീനിങ് നടപടിയാണ് സ്വീകരിച്ചത്? ഈ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ തന്നെ ഉണ്ടല്ലോ. അത് മാറ്റാനുള്ള എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് കമ്പനിയുടെ തലയിൽ വെക്കും, അവര് പിന്നെ മറ്റുള്ളവരുടെ തലയിൽ വെക്കും. അങ്ങനെയൊക്കെയാണ് ഇത് പോകാൻ പോകുന്നത്. നമുക്കുണ്ടായ ആഘാതം തീർച്ചയായിട്ടും വലിയ ആഘാതം തന്നെയാണ്. അതാണ് ഈ പറഞ്ഞതുപോലെ ഈ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഇതുവരെ കടലിൽ അലിഞ്ഞിട്ടുള്ള ഈ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളെല്ലാം ഈ കടലിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പരിഹാരം ഇനി അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്കല്ലേ പോകേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഇനി നമുക്ക് നമ്മുടെ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്ന, ജീവന് പോലും ആഘാതം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കടലിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനി ഇത് സംഭവിച്ചു കഴിഞ്ഞു, അതിലെന്തെങ്കിലും ഒരു പരിഹാരം ഇനി കാണാനുണ്ടോ? സാധാരണ നമ്മുടെ വീടുകളിൽ വാങ്ങുന്ന കൊഞ്ച്, ഞണ്ട് തുടങ്ങിയ സാധനങ്ങള് ഈ ടാപ്പ് വാട്ടറിലുള്ള ക്ലോറിനിൽ കുറച്ചു നേരം കഴുകിയ അല്ലെങ്കിൽ അതിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന് ക്ലോറിന്റെ സ്മെല്ല് വരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവികളുടെ ശരീരം ഇത്തരത്തിലുള്ള ആകിരണ ശേഷിയുള്ളതാണ്. അത് മാലിന്യത്തെ ആകിരണം ചെയ്യും. അതുപോലെയാണ് ഇതിനകത്ത് ഇപ്പൊ ധാരാളം ക്രസ്റ്റേഷ്യൻസിനെ നമ്മൾ കഴിക്കുന്നുണ്ട്. ദൈനംദിനമായിട്ട് നമ്മൾ ധാരാളം ക്രസ്റ്റേഷ്യൻസ്, പിന്നെ കണവ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. ചെറു മത്സ്യങ്ങളിലാണ് ഇത് ആദ്യമായിട്ട് ബാധിക്കാൻ പോകുന്നത്. കാരണം ചെറു മത്സ്യങ്ങൾ ഇത് ഭക്ഷ്യയോഗ്യാന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാനുൾസും ഒക്കെ കഴിക്കും. പിന്നെ അത് ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള മാലിന്യം കലർന്ന് ജലത്തിലാണ് അത് കഴിയുന്നത്, കണ്ടാമിനേറ്റഡ് ജലത്തിൽ. അപ്പൊ അതിന്റെ ശരീരത്തിൽ, കാരണം ജലമെടുത്താണല്ലോ അതിന്റെ ഓക്സിജൻ എടുക്കുന്നത്, ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ട്രേസസ് അതിന്റെ ശരീരത്തിലെത്തും, അതിന്റെ ലങ്സിലെത്തും, ഗിൽസിലെത്തും. ഗിൽസിൽ നിന്ന് ശരീരത്തിന്റെ അതിന്റെ ചംക്രമണ വ്യൂഹത്തിലെത്തും, അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തും. മത്സ്യത്തെ മുഴുവനായിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഈ ചെറു മത്സ്യങ്ങളെ കഴിച്ചിട്ടാണ് വലിയ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഫുഡ് ചെയിൻ. പിന്നെ വലിയ തിമിംഗലം പോലുള്ള ജീവികൾ അതിനെ നമ്മൾ കഴിക്കുന്നില്ല. അത് കഴിക്കുന്നത് സൂപ്ലാങ്ക്ടൺ പോലുള്ള പ്ലാങ്ക്ടൺ കഴിച്ചിട്ടാണ് അത് ജീവിക്കുന്നത്. അത് ആ പ്ലാങ്ക്ടൺ തൽക്കാലം നമുക്ക് വലിയ, പക്ഷേ പാരിസ്ഥിതികമായിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പ്ലാങ്ക്ടൺ നശിച്ചു പോവുക എന്നുള്ളത്. അങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ 12 കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം തേങ്ങാ മാങ്ങ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓയിലുണ്ട് ഷിപ്പിനകത്ത്. അതായത് ഷിപ്പ് ഓടുന്നത് വായുവിലല്ല, ഷിപ്പ് ഓടുന്നത് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഷിപ്പിലെ ഓയിൽ പടർന്നിട്ടുണ്ടാകും. അത് എത്രത്തോളം പടർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പൊ ഷിപ്പ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പടരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് ദൂരവ്യാപകമായ ഒരു ആഘാതമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ഈ മറ്റ് കണ്ടെയ്നറുകളുള്ള സാധനങ്ങൾ ഇനി പുറത്തു വരുമായിരിക്കാം. കാരണം കപ്പലിന്റെ മുകളിൽ വെച്ചിട്ടാണല്ലോ കണ്ടെയ്നറുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഓരോന്നായി പൊട്ടി പൊട്ടി വരുമായിരിക്കാം. കടൽ പ്രവാഹങ്ങളുണ്ടല്ലോ, അന്തർ സമുദ്ര പ്രവാഹങ്ങളുണ്ട്. ആ പ്രവാഹങ്ങളിൽ കണ്ടെയ്നറുകൾ പൊട്ടിയേക്കാം. ഈ പൊട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ഈ കണ്ടാമിനേഷൻ കടലിലുണ്ടാകാം. അതൊക്കെ നമ്മുടെ ഈ സമുദ്ര ജീവികളിലേക്ക് പടരാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ സ്റ്റഡി നടത്തിയിട്ട്, അല്ലാതെ ഇവിടുന്ന് വെള്ളം സാമ്പിൾ ശേഖരിച്ചിട്ട് കുഴപ്പമില്ല, 12 സ്ഥലത്ത് നിന്ന് സാമ്പിൾ ശേഖരിച്ച് അതിന് കുഴപ്പമില്ല എന്ന് പറയുകയല്ല വേണ്ടത്. ഇതൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് തുടർച്ചയായിട്ടുള്ള പഠനം നടത്തണം. എന്നിട്ട് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം മാത്രമേ പബ്ലിക്കിനടുത്ത് പറയാൻ പാടുള്ളൂ.
അല്ലാതെ ഒരു ഡ്രാമ നടത്തിയിട്ട് ഫുഡ് മേള നടത്തിയിട്ട് അവിടെ മീൻ കഴിക്കുന്നതായിട്ട് കാണിച്ച് അതിന്റെ പടം എടുത്ത് പത്രത്തിലിടുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശുദ്ധ അബദ്ധമാണ്. ഈ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് അതൊക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പൊതുപ്രവർത്തകരൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ ശാസ്ത്രം ഇത്രയും പടർന്ന് പന്തലിച്ച് വികസിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം പോലും കൈകാര്യം ചെയ്യാൻ എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇവരെ കൊണ്ടൊക്കെ ഒരു പ്രയോജനം? ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും ഉദാസീനത. അത് മാത്രമല്ല ഗുരുതരമായ രോഗമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. ഇത് ശരിക്കും പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയില്ല. മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളാണ്. ദൈനംദിനമായിട്ട് അവർക്ക് കടലിൽ പോയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. അപ്പൊ അവർക്കൊരു ഡെയിലി മത്സ്യം കഴിക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. കാരണം മത്സ്യം കഴിക്കാതെയും മനുഷ്യന് ജീവിക്കാം. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കച്ചവടത്തിന് വെക്കാം. അപ്പൊ തൽക്കാലം കേരള തീരത്തു നിന്നുള്ള മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യാവുന്ന മറ്റിടങ്ങളിൽ നിന്നുള്ള മത്സ്യം വിൽക്കാമല്ലോ. മറ്റു കരകളിൽ നിന്നുള്ള മത്സ്യം വിൽക്കാം, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലെ മത്സ്യം വിൽക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അതിനകത്തുണ്ട്. മത്സ്യം കഴിക്കേണ്ട അത്ര നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കേരള തീരത്ത് നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധ്യം വരാതെ ഒന്നും ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ ദയവേത് സർക്കാർ നടത്തരുത്, അവരുടെ ഏജൻസികളും ഈ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തരുത്. ഇതൊക്കെ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് തരുന്നത്. അവർക്ക് തന്നെ ബോധ്യമില്ല. അവരവരുടെ കുട്ടികളെയൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് അതിന്റെ പടം പത്രത്തിലിട്ട് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ഇറക്കട്ടെ. കുട്ടികൾക്ക് മത്സ്യം കൊടുക്കുന്നതായിട്ട് ഈ കടൽ തീരത്തുനിന്നുള്ള ഇവിടുന്ന് പിടിച്ച മത്സ്യം കൊടുക്കുന്നതായിട്ടൊന്നും കാണിക്കട്ടെ. അവര് ഒരു 3-4 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടൊന്നും കാണിക്കട്ടെ. ആ ധൈര്യം അവർക്കുണ്ടോ അങ്ങനെ ചെയ്യാനായിട്ട്? അതാണ് ഇതിനും വളരെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ് ഈ കടലിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് പ്രതികരിച്ചതിന്.